വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ. സ്പെയിനിൽ 1510 ഒക്ടോബർ 28-നാണ് ഫ്രാൻസിസ് ജനിച്ചത്. പ്രഭു വംശജനായിരുന്നു അദ്ദേഹം. 33-ാം വയസ്സിൽ ഫ്രാൻസിസ് പ്രഭുവായി അധികാരമേറ്റു. ഭാര്യ ഏലിയറാറും 8 മക്കളുമൊത്ത് സമാധാനപൂർവ്വം സന്തോഷപ്രദവുമായ ജീവിതമായിരുന്നു ഫ്രാൻസിസ് നയിച്ചിരുന്നത്. പ്രഭുവായിരുന്നുവെങ്കിലും മറ്റ് പ്രഭുക്കന്മാരുടെ ദുശീലങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ദൈവവിശ്വാസിയും ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ച ജീവിതം നയിച്ചിരുന്നവനും മിക്കവാറും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവനുമായിരുന്നു ഫ്രാൻസിസ്. സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് ഏലനോർ മരണമടഞ്ഞു. മകൻ ചാൾസ് പദവി ഏറ്റെടുത്തു. ഫ്രാൻസിസ് ഈശോ സഭ വൈദികനായി മാറി. അദ്ദേഹത്തിൻ്റെ പ്രഥമ ദിവ്യബലിക്ക് എത്തിച്ചേർന്ന ആളുകളുടെ ബാഹുല്യം നിമിത്തം ആൾത്താരയ്ക്ക് ചുറ്റും പോലും ഇരിപ്പിടങ്ങൾ ഇട്ടുകൊടുക്കേണ്ടതായി വന്നു. ഫ്രാൻസിസിൻ്റെ വിശുദ്ധിയും എളിമയും പരീക്ഷിച്ചറിയുന്നതിന് സുപ്പീരിയർ പ്രഭുവായിരുന്ന 41 വർഷക്കാലം ഫ്രാൻസിസിന് നൽകിയിരുന്ന ബഹുമാനത്തിൻ്റെ വിരുദ്ധമായാണ് പെരുമാറിയത്. എന്നാൽ അതിലൊന്നും ഫ്രാൻസിസിന് വിഷമമുണ്ടായിരുന്നില്ല. ഒരിക്കൽ പ്രഭുവായിരുന്ന അദ്ദേഹം പാചകക്കാരനെ സഹായിക്കാനും വിറക് പെറുക്കാനും അടുക്കള വൃത്തിയാക്കാനും സന്നദ്ധനായിരുന്നു. വൈദികർക്കും ബ്രദേഴ്സിനും ഭക്ഷണം വിളമ്പിക്കൊണ്ട് അവർക്ക് മുൻപിൽ മുട്ടുകുത്തി നിന്ന് തൻ്റെ പിഴകൾ അദ്ദേഹം മാപ്പ് ചോദിക്കാറുണ്ടായിരുന്നു. എളിമയുടെ അങ്ങേയറ്റമായിരുന്നു ഫ്രാൻസിസ്. ഒരിക്കൽ മാത്രമേ പൊട്ടിത്തെറിച്ചിട്ടുള്ളൂ. വൈദികനായിട്ടും ഒരു പ്രഭുവിനെ പോലെ തന്നെ പരിഹരിച്ചതിൻ്റെ പേരിൽ ഒരു അന്തേവാസികളോടായിരുന്നു അത്. ദൈവമഹത്വം എല്ലാവരും അറിയണമെന്നും എല്ലായിടത്തും എത്തണമെന്നുമായിരുന്നു ഫ്രാൻസിസിൻ്റെ ആഗ്രഹം. സമൂഹത്തിലെ ചില പ്രമുഖ വ്യക്തികളും വിശുദ്ധൻ്റെ ഉപദേശം സ്വീകരിച്ചിരുന്നു. സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ ഈശോ സഭ എത്തിച്ചത് ഫ്രാൻസിസ് ആയിരുന്നു. ജസൂട്ടിൻ്റെ സുപ്പീരിയർ ജനറൽ ആയിരുന്നപ്പോൾ ലോകമെങ്ങും അദ്ദേഹം മിഷണറിമാരെ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി അയച്ചു. ഫ്രാൻസിസിൻ്റെ മാർഗനിർദ്ദേശങ്ങളിൽ സഭയ്ക്ക് ഒരു അനുഗ്രഹമാകത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്നതിന് ഈശോ സഭ വഹിച്ച പങ്ക് വിസ്മരിക്കാനാകുന്നില്ല. 1572 മരണം. 1670 ജൂൺ 20 പോപ്പ് ക്ലെമൻ്റ് 10 ഫ്രാൻസിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.